ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. അൽഹംദുലില്ലാ സുഖമായിട്ട് പോട്ടെ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് എന്താണോ, നല്ല മുന്തിരി വൈനടാ. ഫ്രഷ് മുന്തിരിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ വൈൻ ഉണ്ടാക്കും. വൈന് കുറേ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നേരം ഞാൻ ബ്ലോഗ് തുടങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല ഫ്രഷാണ് ഇടാ. നല്ല കിടിലൻ മുന്തിരിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നു. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാത്ത, സൗണ്ട് ശരിയില്ലേനും. അപ്പോൾ പിന്നെ ഇപ്പോൾ അൽഹംദുലില്ലാ കുറച്ച് സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നം മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും അള്ളാൻ്റെ ഹൈറും ബർക്കത്തും കാവലും ഉണ്ടാകട്ടെ. അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടി സാധനങ്ങൾ ഇതാ, നല്ല ഫ്രഷ് മുന്തിരി കഴുകി 2 കിലോ മുന്തിരി ഉണ്ട്. ഇതാ നല്ല ഫ്രഷാണ്. 2 കിലോ മുന്തിരി ഉണ്ട്. 2 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാരയാണ് ആവശ്യം. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ 500 ഗ്രാം പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ. ഷുഗർ അധികം ഇടുന്നില്ല. പിന്നെ ഇത് 1 ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 5-6 ഗ്രാം 10-12 ഗ്രാമ്പുണ്ട്. ഇതാ, പിന്നെ 1 ഇഞ്ച് നീളത്തിൽ 3 കഷ്ണം പട്ട ഉണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ നല്ല ഗോതമ്പ്, അൽസൻ്റെ ഗോതമ്പ് വേണം. ഒരു 2 ടേബിൾ സ്പൂണ് ഇതാ അൽസൻ്റെ ഗോതമ്പാണ്. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം. അത് 2 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ പിന്നെ ഒരു 3-4 ഗ്രാമ്പു പട്ട ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ അതാണ് ഇത്, ഈ വെള്ളം. മറിഞ്ഞുപോയി. അപ്പോൾ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമുക്കിപ്പോൾ ഇതിനെല്ലാം വേണ്ടിയത് എന്താണെന്നോ, നല്ലൊരു മണ്ണിൻ്റെ കുടുക്ക. ഇത് ഫ്രഷാണ്. ഞാൻ കുടിക്കാൻ വെള്ളം വെക്കുന്നതിനും ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഉണക്കി എടുത്തതാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്നിലും വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാകാൻ പാടില്ല. ഒരു സാധനത്തിലും വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാകാൻ പാടില്ല. അതേപോലെ ഒരു മരത്തവിയാണ് എടുത്തത്. ഈ മരത്തിൻ്റെ തവി നല്ലോണം ഞാൻ എന്ത് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയിട്ട്, ഇനി ഇതൊന്നിനും എടുക്കില്ല. 21 ദിവസം ഇതിൽ വെച്ചാൽ ഇതിനെന്നെ ഞാൻ ഇതെടുക്കുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കുടുക്കയിലാണ് വൈൻ ഇടുന്നത്. 21 ദിവസം വൈന് ഈ കുടുക്കയിൽ വെക്കണം. 21 ദിവസം നമുക്ക് ഈ കുടുക്കയിൽ, ഇതൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ കുടുക്ക വെക്കുന്നത്. അല്ലാതെ കുടുക്ക ഇങ്ങനെ ഉരുണ്ട് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുക ഇനി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിലേക്ക് മുന്തിരി ഇടുക. കണ്ടോളെ, മുന്തിരി അങ്ങനെ ഇട്ട് കൊടുക്കുക. മുന്തിരി ഇട്ടിട്ട് നല്ല ഫ്രഷ് മുന്തിരി ആയിരിക്കണം. പിന്നെ കെട്ടതെല്ലാം ചീഞ്ഞതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് നല്ല ഫ്രഷ് തന്നെ ഇടണം. ഫ്രഷ് ഇട്ടാലാണ് നമുക്ക് ഫ്രഷ് വൈൻ കിട്ടും. അപ്പോൾ ഫ്രഷ് വൈനിടുക. ഇങ്ങനെ ഫ്രഷ് വൈനിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രഷ് മുന്തിരി എടുക്കണം. നല്ല ഇതാണ്ട, സൂപ്പറാണ്. കാണുന്നുണ്ടോയെന്നറിയില്ല, കാണിച്ചു തരാം. വേണ്ട. പിന്നെ പഞ്ചസാര, വെള്ളം. ഇത് കറുവപ്പട്ടയും ഗ്രാമ്പും ഇട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം, രാവിലെ ആറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗോതമ്പ്, ഞാൻ പറഞ്ഞ സാധനം, ഈസ്റ്റ്, ഗ്രാമ്പും പട്ടയും. പിന്നെ ഒരു മരത്തിൻ്റെ തവി, മരത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ മരത്തിൻ്റെ തവിയുണ്ട്. പിന്നെ ഗോതമ്പ് കെട്ടിയിടാൻ വേണ്ടി ഞാൻ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ട്. ഗോതമ്പിൽ ഞാൻ കെട്ടിയിട്ടാണ് ഇടുന്നത്. ബാക്കിയെല്ലാം അതിൽ നേരിട്ട് അങ്ങിടും. അപ്പോൾ ഗോതമ്പ് ഞാൻ കെട്ടിയിട്ടിടുന്നത്. പിന്നെ 500 ഗ്രാം പഞ്ചസാരയുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇട്ട് നോക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് മുന്തിരി ഇട്ടില്ല. അപ്പോൾ മുന്തിരിയിൽ പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം പാത്രം കഴുകി അതിൽ ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. മുന്തിരിയെല്ലാം ഒന്ന് പൊട്ടട്ടെ. മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടി വരണം. അധികം പൊട്ടണ്ട, 21 ദിവസം നമ്മൾ ഇടുന്നുണ്ടല്ലേ. പിന്നെ ഇതെല്ലാവർക്കും കഴിക്കാം. ഇതിലങ്ങനെ എന്താ പറയുക, ഹറാമായതൊന്നുമില്ല, എല്ലാം ഹലാലായതല്ലല്ലോ. ഈ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മുന്തിരി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എന്തേനു ഈസ്റ്റ് നമ്മൾ അപ്പത്തിൽ കൂട്ടുന്നുണ്ട്, എടുക്കുന്നുണ്ട്, മാവ് പൊന്തി വരിക, ഗോതമ്പ് നമ്മൾ അലസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ലേ ഇതിലുള്ളൂ, വേറെ ഒന്നുമില്ല. വൈനെന്നൊക്കെ ആയിരിക്കും പറയുമ്പോൾ ആരും വിചാരിക്കും, ഓ വൈനോ, നല്ല അറാമ് പോലെയായിട്ടാണ് കാണുക. അപ്പോൾ ഞാൻ ഈ വെള്ളം ഈസ്റ്റ് ഈ ഇതുകയാണ്, ഈസ്റ്റും മറ്റേ ഗ്രാമ്പും പട്ടയിടാണ്. അതിട്ട് ഈ കല ഉണ്ടല്ലോ, കലം എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഇത് കുറച്ച് ഉയരം കൂടിപ്പോയതാണ് കൊണ്ടാണ്. പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ ജാറിലുണ്ടാക്കാം, പ്ലാസ്റ്റിക്കിലുണ്ടാക്കണ്ട, ഗ്ലാസിൻ്റെ ജാറിലുണ്ടാക്കാം, ഇതിലുണ്ടാക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ, ഗോതമ്പുണ്ടല്ലോ, അത് മണിഗോതമ്പാണ്, നല്ല അൽസൻ്റെ ഗോതമ്പാണ്, കുത്തിയ ഗോതമ്പ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് ഒരു കിഴിയാക്കി കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടുക. കിഴി കെട്ടൂലേ, അതുപോലെ കെട്ടിയിട്ട് ഇതുകൊണ്ട് വേറൊരു തുണി കൊണ്ടൊന്ന് ചുറ്റിക്കെട്ടും. ഇതിപ്പോൾ പ്രസവിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, പിന്നെ ഷുഗറുള്ളവർക്കും കുടിക്കും. ഇതിലധികം ഷുഗർ വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കെട്ടിയണ്ട, കിഴി കെട്ടി. ഇത് ഇങ്ങനെയാണ് ഇതിലിടുക. അപ്പം ഞാനിപ്പം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട്, ഇളക്കുമ്പോൾ തന്നെ നല്ലോണം ഞാൻ കാണിച്ചു തരാം. അവിടെ വെച്ചിട്ടാണ് ഇതല്ല, നല്ലോണം ഒന്ന് വന്നിട്ടുണ്ട്. ഇനി 21 ദിവസമാണ് ഇതിൻ്റെ ഡേറ്റ്. 21 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വായ ഒന്ന് തുണി കൊണ്ട്, കോട്ടൺ തുണിയോ എന്തെങ്കിലും ഒരു തുണി വെച്ച് കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 21 ദിവസം വെക്കുമ്പോൾ ഒരു ദിവസം വിട്ട് 1.5 അട ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഈ കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കുക. വെളിച്ചമുള്ള എടുത്ത് വെക്കരുത്, കുറച്ച് ഇരുട്ടുള്ള എടുത്ത് വെക്കണം. എന്താണോ, വെളിച്ചമുള്ള എടുത്ത് വെച്ചാൽ ഇതിന് ചൂടടിക്കും. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇതിൽ കബോർഡിലുണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. പൊന്തി പോകും, അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി, ഇത്ര ഒഴിച്ചാൽ മതി. ഈസ്റ്റ് ഇട്ടുകൊണ്ട് കുറച്ച് പൊന്തി വരും. അപ്പോൾ വേണ്ട, ഇപ്പോൾ ഇതെല്ലാം നല്ലൊരു സ്മെല്ലുണ്ടാകും. കറുവപ്പട്ടൻ്റെ ഗ്രാമ്പൂൻ്റെ ഈസ്റ്റിൻ്റെ മുന്തിരിൻ്റെ ഒക്കെ കൂടിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഞാനൊരു 3-4 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടാക്കില്ല. ഇവിടെ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് ഉണ്ടാക്കിയില്ല, അതിന് സൗകര്യമില്ല. അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് തന്നെ ഉണ്ടാക്കുന്നതിന്. ഇപ്പോൾ ഡിസംബറിലൊക്കെ വരുന്ന ക്രിസ്മസൊക്കെ അല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഈ സാധനം കിഴി അങ്ങനെ എടുത്തിട്ട് ഇതിൽ താത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നാലും ഞാൻ മൂടിയിരിക്കട്ടെ.
ഈ മൂടി കൊണ്ട് ഇങ്ങനെ മൂടുക. അപ്പോൾ ഇത് കവർ ചെയ്ത് പിന്നെ വേറൊരു തുണി കൊണ്ട് ഈ തുണി കൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം കേട്ടോ. ഞാൻ കുറേ പാട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ തുണി കൊണ്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ കെട്ടുക. 21 ദിവസം ഇത് വെക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ വീര്യം ഉണ്ടാവും. പൊന്തിപ്പോയാ ഒരു മിനിറ്റ് ഞാൻ കെട്ടട്ടെ. അങ്ങനെ പൊന്തിപ്പോക കെട്ടുമ്പോൾ. ഇപ്പോൾ 21, ഇന്നേക്ക് 21 ദിവസം. അപ്പോൾ നാളെ ഞാൻ ഇതേ സമയത്ത് ഒന്നെടുത്തിട്ട് ഈ ഇത് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിടും. ഇതുപോലെ ചെറുനാരങ്ങ കൊണ്ട് ഉണ്ടാക്കാം, ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാം, ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കാം. ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വളരെ ഹെൽത്തി ആട്ടാ, പച്ച ആപ്പിൾ. എന്നിട്ട് ഒരു വിധത്തിൽ കെട്ടി ഇതിങ്ങനെ തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ എടുത്തിട്ട് ഒറ്റയിടൽ താഴോട്ട് കഴിഞ്ഞ് ഇടരുത് കേട്ടോ. ഇട്ടാൽ കുടുക്കുക പൊട്ടിപ്പോകും, എൻ്റെ ചോറുണ്ടാക്കുന്ന കുടുക്കുക. ഇതിങ്ങനെ തന്നെ ഭയങ്കര ചൂട്. 21 ദിവസം വെക്കുക. 21 ദിവസം എടുത്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അരിച്ചെടുക്കുന്ന ഊറ്റിയെടുക്കുന്ന ഞാൻ ബോട്ടൽ വേറെ ചില്ല് ബോട്ടലാക്കി വെക്കും 21 ദിവസം കഴിഞ്ഞാൽ. ആ 21 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. യാ അസ്സലാമു ബൈ.